വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം ഓൺലൈൻ എഡ്യൂക്കേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 2026-2027 അക്കാഡമിക് ഇയർ മുതൽ പൂർവാധികം ശക്തിയോടെ യൂണിവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന എംകോം കോഴ്സായിട്ട് വന്നിട്ടുണ്ട്. 2022 ശേഷം ഒരു 4 വർഷമായിട്ടൊരു ഗ്യാപ്പായിരുന്നു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം കേരളത്തിലുള്ള എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്ത് കേരള സർക്കാർ ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ പറയുന്ന കോഴ്സ് കൊടുക്കാണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷനായിട്ട് അവർ വന്നിട്ടുണ്ട്. സോ ഒരുപാട് പേര് അഡ്മിഷൻ വീണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ ബികോം BBA കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള CA CMA ACCA അതിൻ്റെ കൂടെ തന്നെ CS ഇതൊക്കെ ചെയ്യുന്ന കുട്ടികൾ നിർബന്ധമായും അതിൻ്റെ കൂടെ MCOM ചെയ്യുക. കാരണം ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സസിൻ്റെ ഒക്കെ പ്രത്യേകത നമുക്കറിയാം, കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരു കേസ് ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് പിന്നെ 5 വർഷം 6 വർഷമൊക്കെ എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള PSC പോസ്റ്റുകൾ, കോമ്പറ്റീറ്റീവ് എക്സാംസ്, ദാറ്റ് മീൻസ് PSC പോസ്റ്റുകൾ, ഗസറ്റഡ് പോസ്റ്റുകൾ, ഇപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അതുപോലെ തന്നെ പല PG ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളുണ്ട്, ഗസറ്റഡ് പോസ്റ്റുകൾ. അപ്പോൾ ആ പോസ്റ്റുകൾ ഒരു പ്രാവശ്യം വിളിച്ചാൽ പിന്നെ വിളിക്കാൻ 5 വർഷം 6 വർഷമൊക്കെ എടുക്കും. അപ്പോൾ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മിസ്സാവാണ് ചെയ്യുക. സോ നിങ്ങൾ BCom BBA കഴിഞ്ഞ് ഇരിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ MCOM ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് അവസാനിപ്പിച്ച് ഈ പറയുന്ന പോസ്റ്റുകൾ വിളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കോളേജിലോട്ട് നിങ്ങൾക്ക് ഒരു എന്താണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റിലോട്ടൊക്കെ പോകാനാണ് താല്പര്യമെങ്കിൽ നെറ്റ് എഴുതാൻ ഒക്കെ MCOM നിങ്ങൾക്ക് നിർബന്ധമായും വേണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ് കേട്ടോ. സോ നമ്മുടെ സ്ഥാപനം ഓൺലൈനായിട്ട് MCOMന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. എല്ലാ സെമസ്റ്ററിലെയും എല്ലാ പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന 5 സബ്ജക്ട്സ് ഏതൊക്കെയാണ് അതിൻ്റെ സിലബസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടോ, അവർ പറഞ്ഞിട്ടുണ്ട് UGC എൻടൈറ്റിൽഡ് ഓൺലൈൻ പ്രോഗ്രാം ഈക്വലൻ്റ് ടു റെഗുലർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി. അപ്പോൾ ഈക്വലൻ്റ് ആണ് റെഗുലർ ഡിഗ്രിക്ക്, അത് UGC പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2026-2027 ദെൻ ഇതാണ് അതിൻ്റെ എലിജിബിലിറ്റി ഒക്കെ ഞാൻ ഇതിനായിട്ട് മുമ്പുള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഡ്യൂറേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ, എത്ര മാർക്ക് വേണം, BCom BBA BBM BBS ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള 45% ആണ് വേണ്ടേ അഡ്മിഷന് വേണ്ടിയിട്ട്. കമ്മ്യൂണിറ്റി ബേസിൽ റിലാക്സേഷൻ 5% ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ സെമസ്റ്റർ വൈസ് സബ്ജക്ട്സ്, ഇനി ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്, കാരണം ഫസ്റ്റ് അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 5 സബ്ജക്ട്സ് ആണ് വരുന്നത്. 2 പ്രോബ്ലം പേപ്പേഴ്സും ദെൻ 3 തിയറി സബ്ജക്ട്സും. നമ്പർ 1 ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസി, then number 2 corporate governance and business ethics, then quantitative techniques for business decision problem paper, then management theory and organizational behavior, then advanced management accounting. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കാലിക്കറ്റ് പഠിച്ചാലുള്ള ഗുണം. ഇപ്പോൾ നെറ്റ് എക്സാമിന് പോകുന്നൊരു കുട്ടിയാവട്ടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു PSC പോസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാവട്ടെ, അവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ സിലബസ്. കാരണം ഈ സിലബസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പം നെറ്റിലെ 10 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ അതിൽ വരുന്ന മെജോറിറ്റി കാര്യങ്ങൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. ഇപ്പം മറ്റ് പല യൂണിവേഴ്സിറ്റീസിൻ്റെ സബ്ജക്ട്സിൻ്റെയും സിലബസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ അത്രത്തോളം ഇല്ല. ഇപ്പം ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആവട്ടെ, IGNO, ഇതിനൊക്കെ വരുന്ന സിലബസ് ശരിക്കും പറഞ്ഞാൽ നെറ്റിൽ വരുന്ന അതായിട്ടൊരു ഇതില്ല എന്നുള്ളതാണ്, മാച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നിർബന്ധമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എന്ന് പറയുന്നത് എപ്പോഴും സൂപ്പർ സിലബസാണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസിനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. പഠിച്ച് കഴിഞ്ഞിട്ട് ഉപകാരം വേണ്ടേ. അപ്പം ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ സിലബസ് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ആദ്യത്തെ വരുന്നത് കോർപ്പറേറ്റ്. ഇത് തന്നെയാണ് റെഗുലർ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള സെയിം പേപ്പറാണേ. റെഗുലറിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും സബ്ജക്ട്സ് സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
അപ്പോൾ ആദ്യത്തെ വരുന്ന കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആണ്. നിങ്ങൾ ഡിഗ്രിക്ക് എത്തിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടായിരിക്കും. കോർപ്പറേറ്റ് ഗവർണൻസ് അതും പഠിച്ചിട്ടുണ്ട്, ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഏരിയയും ബിസിനസ് എത്തിക്സും കൂടിയിട്ടാണ് വരുന്നത് ആദ്യത്തെ ഒരു സബ്ജക്റ്റ്. അപ്പോൾ അതിലെ മൊഡ്യൂൾ നമ്പർ 1 തിയറി പേപ്പർ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. അതിൻ്റെ ഇവല്യൂഷൻ, കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ then major stakeholders of a corporate body and their goals, communication mechanism, principles of corporate governance. ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ മൊഡ്യൂൾ വരുന്നു. ദെൻ അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 2 പോണ സമയത്ത് തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്, ലീഗൽ ഫ്രെയിം വർക്ക്, ഇതൊക്കെ നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കാനുണ്ടെന്നുള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ദെൻ അതിനുശേഷം മൂന്നാമത്തെ മൊഡ്യൂള് കമ്മിറ്റീസ് ആണ്. വാരിയസ് കമ്മിറ്റീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്, പലതരത്തിലുള്ള കമ്മിറ്റീസ്, നാരായണമൂർത്തി കമ്മിറ്റി, ജെ റാണി കമ്മിറ്റി, സെബിനെ പറ്റിയുള്ള കാര്യങ്ങൾ, IFRS ഒക്കെയാണ്. പിന്നെ ലാസ്റ്റ് ക്ലോസ് 49 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ, അതാണ് മറ്റൊരു മൊഡ്യൂള്. ദെൻ നാലാമത്തെ മൊഡ്യൂളിലോട്ട് പോവുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതിൻ്റെ പവേഴ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, വിസിൽ ബ്ലോയിങ് കൺസെപ്റ്റ്, SAക്ക് എപ്പോഴും വരുന്ന ചോദ്യങ്ങൾ വരുന്നൊരു മൊഡ്യൂളാണ് കേട്ടോ. ദെൻ ലാസ്റ്റ് ബിസിനസ് എത്തിക്സ്. ഡിഗ്രിക്ക് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള പേപ്പറാണ് അല്ലേ, ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ കൂടെ. അതിൻ്റെ ഇമ്പോർട്ടൻസ്, റോള്, ന്യൂ മാനേജ്മെൻറ്റ് ഫിലോസഫി, HRM, അങ്ങനെ നോളജ് മാനേജ്മെൻറ്റ് എന്താണ്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പേപ്പർ കേട്ടോ, കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. മൂവിങ് ടു നമ്പർ 2 രണ്ടാമത്തെ പേപ്പർ. നമ്പർ 2 ബിസിനസ് എത്തിക്സിന് മുമ്പ് നമ്മൾ കാണാണ്ട് പോയല്ലോ പേപ്പർ, അതിനായിട്ട് മുമ്പ് ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസി, ഇതാണ് ആദ്യത്തെ പേപ്പർ കേട്ടോ. നമ്മുടെ രണ്ടാമത്തെയാണ് ആദ്യം പറഞ്ഞത്, ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസി. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, MCOMന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പഠിത്തം ആരംഭിക്കാം. കാരണം ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ ബിസിനസ് എൻവയോൺമെൻ്റ് ഒക്കെ അതിൽ ആദ്യത്തെ യൂണിറ്റ് ആണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ MCOM ചെയ്യുമ്പോൾ തന്നെ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ ബിസിനസ് എൻവയോൺമെൻറ്റ്, മീനിങ് ആൻഡ് എലമെൻറ്റ്സ്, കോമ്പോണൻസ് ആൻഡ് നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ നെറ്റിന്. സ്കോപ്പ്, പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ, കൾച്ചറൽ ആൻഡ് ലേബർ എൻവയോൺമെൻറ്റ്, ട്രേഡ് യൂണിയൻ, അങ്ങനെ ബേസിക്സ് ആണ് ഫസ്റ്റ്. ദെൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഇക്കോണമി രണ്ടാമത് വരുന്നു. ഇക്കണോമിക് സിസ്റ്റം, ഇക്കണോമിക് പ്ലാനിങ്, നീതി ആയോഗ്, അതിനൊക്കെ പറ്റിയുള്ള കാര്യങ്ങൾ. ദെൻ നമ്പർ 3 പ്രൊഫൈൽ ഓഫ് ഇന്ത്യൻ ഇക്കോണമിയാണ്. ന്യൂ ഇക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി, ബ്ലാക്ക് മണീനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഗ്ലോബലൈസേഷൻ, സെസ്, പിന്നെ ഫെമ, FDI, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ നമ്പർ 4 വരുന്നത്. ഫെമ, FDI, ഓക്കെ, ഡിജിറ്റൽ ഇക്കണോമി. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ്, ഡീഗ്രഡേഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് മറ്റൊരു പേപ്പർ കേട്ടോ. എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പിന്നെ നമ്മുടെ പ്രോബ്ലം പേപ്പറിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് QT, നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട സബ്ജക്റ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നിങ്ങൾ BCOMന് പഠിച്ചിട്ടുണ്ടായിരിക്കും, BBA പഠിച്ചുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിർബന്ധമായും ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട സബ്ജക്റ്റ്, ഫ്യൂച്ചറിലേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഏരിയ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോവുകയാണെങ്കിലും ഉണ്ടെന്നുള്ളതാണ്. സോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, തിയറി, അതിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 3 അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. ദെൻ ഹൈപ്പോത്തസിസ് ആണ്. പിന്നെ 1 സാമ്പിൾ പ്രോബബിലിറ്റി മൊത്തം ഉണ്ട് കേട്ടോ. പിന്നെ ഹൈപ്പോത്തസിസ്, 1 സാമ്പിൾ, 2 സാമ്പിൾ ടെസ്റ്റുകൾ പിന്നെ വരുന്നു. പിന്നെ ANOVA, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ, SCQ വരുന്നത്. നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ സൈൻ ടെസ്റ്റ്, അതൊക്കെ chi-square SAക്ക് വരാറുള്ളൊരു ഏരിയ. ദെൻ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഏരിയ, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, ഓക്കെ, അത് മുഴുവനുണ്ട്. പിന്നെ ലാസ്റ്റ് യൂസസ് ഓഫ് എക്സലും SPSSഉം. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് QT. ഓക്കെ, ഞാൻ പറഞ്ഞു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പ്രോബ്ലം പ്ലസ് തിയറി, 70% പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് വരുന്നത് തിയറി പേപ്പർ മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതും നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കാൻ അല്ലെങ്കിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കും ആവശ്യമുള്ളതാണെന്ന് മനസ്സിൽ വെച്ച് പഠിക്കാം. ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, ഡിഗ്രിക്ക് പഠിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ആദ്യത്തെ TQM, സിഗ്മ, ദെൻ OB എന്താണ്, ദെൻ അതിനുശേഷം നീഡ് ഫോർ ദ നോളേജ് ഓഫ് OB,
ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം അപ്രോച്ച് ടു OB. ഇപ്പോൾ OBയുടെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ നമ്പർ 2 സൈക്കോളജിക്കൽ പ്രോസസ്. പെർസെപ്ഷൻ എന്താണ്, തിയറീസ്, ആട്രിബ്യൂഷൻ തിയറി, HRMന്റെ അപ്രോച്ചസ്, തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതാണ്. ദെൻ പിന്നെ വരുന്നു പേഴ്സണാലിറ്റി ആണ്, ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി, തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി, പേഴ്സണാലിറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ, റോൾ ഓഫ് കൗൺസിലിംഗ്, ഇതൊക്കെ കാണാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പ് ഡൈനാമിക് ആൻഡ് ഇന്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്സ് എന്താണ്, വർക്ക് ഗ്രൂപ്പ് എന്താണ്, ബേസിക് ഫോഴ്സസ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ദെൻ സ്റ്റൈൽസ് ആൻഡ് സ്കിൽസ് ഇൻ ലീഡർഷിപ്പ് പലപ്പോഴും SCക്ക് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള മറ്റൊരു ചോദ്യം. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഓർഗനൈസേഷൻ കൾച്ചർ ആണ്, ടെക്നിക്സ് ഓഫ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, പിന്നെ കേസ് സ്റ്റഡീസ് കുറച്ച്. അപ്പോൾ ഇതാണ് മറ്റൊരു സബ്ജക്റ്റ്. ലാസ്റ്റ് പേപ്പർ പ്രോബ്ലം പേപ്പർ അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഫ്യൂച്ചറിലെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനും നമുക്ക് വരുന്നതാണ്. നിർബന്ധമായും നല്ല രീതിയിൽ ടൈം എടുത്ത് പഠിക്കണം, QTയുടെ പോലെ തന്നെ. ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ബേസിക്സ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ തിയറി, മറ്റു കാര്യങ്ങളും. ദ നെക്സ്റ്റ് പെർഫോമൻസ് മെഷർമെന്റ് ആണ്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ്, മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്, ROE, KPI, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് ബഡ്ജറ്റിംഗ്, EVA, ഇതൊക്കെയാണ് വരുന്നത്. TQM. ദെൻ നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ആണ്. നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് റിസ്ക് ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് അതിൻ്റെ റിസ്ക് മേക്കിംഗ് അണ്ടർ എന്താണ് അൺസർട്ടനിറ്റിയിൽ പലതരത്തിലുള്ള മെത്തേഡുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നമുക്ക്. സെർട്ടനിറ്റി ഈക്വലന്റ് കോഫിഷ്യന്റ് മെത്തേഡ്, സെൻസിറ്റിവിറ്റി ടെക്നിക്ക്, പ്രോബിലിറ്റി ടെക്നിക്ക്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ്, ഡിസിഷൻ ട്രീ അനാലിസിസ്, സിമുലേഷൻ ടെക്നിക്ക്, അങ്ങനെ വരുന്നു. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 4 ഉം 5 ആണ്. എസ്പെഷ്യലി 5 സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വാരിയൻസ് അനാലിസിസ്. SAക്ക് ഒക്കെ ചോദ്യങ്ങൾ വരുന്നത് ഇതിൽ നിന്നാണ്. ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, വാരിയൻസ് അനാലിസിസ്, മെറ്റീരിയൽ ലേബർ ഓവർഹെഡ്സ്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ദെൻ കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ളതും ഏറ്റവും സ്കോപ്പുള്ള ഒരു ഏരിയ ആണ് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, CVP അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, മാനേജ് ആപ്ലിക്കേഷൻസ് ഓഫ് CVP അനാലിസിസ്, മേക്ക് ഓർ ബൈ ഡിസിഷൻ, ബൈ ഓർ ലീസ്, ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ, റിപ്പയർ ഓർ റീപ്ലേസ്. അപ്പോൾ ഇതൊക്കെയാണ് കീ ഫാക്ടർ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 5 കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ 5 സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. അഡ്മിഷൻ എടുത്തുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. കാരണം ഇത്രത്തോളം കാര്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കാനുണ്ട്. ഇപ്പോൾ പലരും അഡ്മിഷൻ തുടങ്ങിയിട്ടില്ലല്ലോ, ബുക്കൊക്കെ കിട്ടണ്ടേ. കാരണം റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കോളേജിൽ പോയിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ആ കാര്യങ്ങളുടെ എന്താണ് ഡെയിലി കോളേജിൽ ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പോവും. നേരെ മറിച്ച് ഡിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായും നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനം ആരംഭിക്കുക. കാരണം ഇത്രത്തോളം പഠിച്ച് അവസാനിപ്പിക്കാനുണ്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെ ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുകൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പർ ഡീറ്റെയിൽസ്. ഇനി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.